9th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ ആൻസർ കീ ആണ്. ഇവിടെ ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല, ആൻസർ മാത്രമേ വായിക്കുന്നുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് പി ആർ എന്താണ്, പി ക്യു എന്താണെന്നാണ്. ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിളാണ്. ഇവിടെ ആംഗിൾസ്, രണ്ട് ആംഗിൾ ഈക്വലാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിളാണ്. ആ ഒരു സിമിലർ ട്രയാങ്കിൾ തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് പി ആർ ഈസിക്കൽ, ഇവിടെ എ ബി ഈസിക്കൽ ടു 12, ക്യു ആർ ഈസിക്കൽ ടു 4 ആണ്. രണ്ടും പ്രൊപ്പോർഷണൽ സൈഡാണ്. അപ്പോൾ അതിനനുസരിച്ച് വരികയാണെങ്കിൽ പി ആർ ഈസിക്കൽ ടു പി ആറിൻ്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സൈഡ്, പി ആറിൻ്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സൈഡ് എ സി ആണ്. അപ്പോൾ എ സി ബൈ ആർ പി എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, എ സി ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ കിട്ടി. പി ആർ ഈസിക്കൽ ടു 3 സെൻറ്റിമീറ്റർ കിട്ടി. അതേപോലെ പി ക്യുവിൻ്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സൈഡ് സി ബി ആണ്. അപ്പം നമുക്ക് 2 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, ആൻസറിൻ്റെ അടിയിൽ ഞാൻ വരച്ച് വയ്ക്കാം. പി ആർ ഈസിക്കൽ ടു 3 സെൻറ്റിമീറ്റർ ആൻഡ് ക്യു പി ഈസിക്കൽ ടു 2 സെൻറ്റിമീറ്റർ. അടുത്തതായിട്ട് ഒരു നമ്പർ ലൈൻ തന്നിട്ട് അതിൽ -2ലും 5ലും മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ വരയ്ക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിൻ്റെ സൈഡ് എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ജസ്റ്റ് എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കിയാൽ മതി. 1 2 3 4 5 6 7 യൂണിറ്റ് ആണുള്ളത് അല്ലേ. അപ്പോൾ സൈഡ് ഈസ് ഈക്വൽ ടു 7 യൂണിറ്റ്. ഇനി 7 യൂണിറ്റ് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ, അതായത് പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സൈഡ് ഇൻറ്റു സൈഡ്, വശം ഇൻറ്റു വശം ഈസ് ഈക്വൽ ടു 7 × 7 ഈസ് ഈക്വൽ ടു 49 സ്ക്വയർ യൂണിറ്റ്. മൂന്നാമത്തേതായിട്ട് ഒരു ട്രയാങ്കിളാണ്, ഒരു സർക്കിളാണ്. സർക്കിളിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് തന്നിട്ടുണ്ട്. ചുറ്റളവ് 2πr, ചുറ്റളവിൻ്റെ ഫോർമുല 2πr ആണ്. 2πr ഈസ് ഈക്വൽ ടു 10π എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എന്താണെന്നാണ് ചോദിച്ചത്. r ഈസ് ഈക്വൽ ടു 10π/2π ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. ഫോർത്ത് ക്വസ്റ്റ്യൻ x+y എന്താണ് തന്നിട്ടുണ്ട്, xy എന്താണ് തന്നിട്ടുണ്ട്, x-y എന്താണ് എന്നാണ് ചോദ്യം. എക്സും വൈയും ഒരു നാച്ചുറൽ നമ്പേഴ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു ഫോർമുലയുണ്ട്. x+y² - x-y² ഈസ് ഈക്വൽ ടു 4xy. അപ്പോൾ നമ്മൾ ഈ 4xyനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. x+y² - 4xy ഈസ് ഈക്വൽ ടു x-y². x-yനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ x+y എന്ന് പറഞ്ഞാൽ 18 ആണ്. 18² - 4 × 45 ഈസ് ഈക്വൽ ടു x-y². അങ്ങനെ നമുക്ക് 18ൻ്റെ സ്ക്വയർ 324, 324 180 മൈനസ് ചെയ്തപ്പോൾ 144 കിട്ടി. ഈസ് ഈക്വൽ ടു x-y². x-y ഈസ് ഈക്വൽ ടു √44, 144 ഈസ് ഈക്വൽ ടു 12 കിട്ടി. ഇനി x+y ഈസ് ഈക്വൽ ടു 18 ആണ്. x-y ഈസ് ഈക്വൽ ടു 12 ആണെന്ന് ഇപ്പം നമുക്ക് കിട്ടി. x+y ഈസ് ഈക്വൽ ടു 18 ആദ്യം അവർ തന്നിട്ടുണ്ട്. x-y ഈസ് ഈക്വൽ ടു 12 ആണെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി -yയും +yയും ക്യാൻസൽ ചെയ്തു. അങ്ങനെ 2x ഈസ് ഈക്വൽ ടു 30 കിട്ടി. x ഈസ് ഈക്വൽ ടു 15 കിട്ടി. x കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് y കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. x+y ഈസ് ഈക്വൽ ടു 18 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു 18 - 15 ഈസ് ഈക്വൽ ടു 3യും കിട്ടി. അപ്പോൾ അതിൻ്റെ 2 ആൻസറും ആയി. ഓക്കെ, ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ആർക്കെങ്കിലും ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് 8921630134. ഓക്കെ.